പ്രിയപ്പെട്ടവർ, ലോകത്തിൽ ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉണ്ട്. പീച്ച് ഫെസ്റ്റിവൽ, പൊട്ടറ്റോ ഫെസ്റ്റിവൽ എന്നിങ്ങനെ പഴങ്ങളുടെ പേരിൽ, നിറങ്ങളുടെ പേരിൽ ഒക്കെ ഉത്സവങ്ങളുണ്ട്. ഈ വ്യത്യസ്തമായ ഉത്സവങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി പക്ഷേ ഒരു പൊതു സ്വഭാവമുണ്ട്. അത് ഈ ഉത്സവങ്ങളൊക്കെ വിജയങ്ങൾ ആഘോഷിക്കുന്നതാണ്. ദൈവം വിജയിച്ചതിൻ്റെ പേരിൽ, രാജാവ് വിജയിച്ചതിൻ്റെ പേരിൽ, ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിനുമേൽ നടത്തിയ വിജയത്തിൻ്റെ പേരിൽ ഒക്കെയാണ് ആഘോഷങ്ങൾ. എന്നാൽ ഈ ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു ജനതയിൽ, ഒരു ഭാഷയിൽ അവരുടെ ആഘോഷത്തിൻ്റെ, ഉത്സവത്തിൻ്റെ അടിസ്ഥാന കാരണം വിജയമല്ല, മറിച്ച് പരാജയപ്പെട്ടു പോയവൻ്റെ തിരിച്ചുവരവാണ്, വീണുപോയവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ടാണ് ആ ജനത ചവിട്ടിത്താഴ്ത്തിയ വാമനൻ്റെ പാദത്തെ തിരസ്കരിച്ച് പാതാളത്തിൽ നിന്നും മനുഷ്യ മനസ്സുകളിലേക്ക് മടങ്ങി വരുന്ന മാവേലിയെ തങ്ങളുടെ ദേശീയോത്സവത്തിൻ്റെ കൊടിയടയാളമായി പ്രഖ്യാപിച്ചത്. അത് ഞാനും നിങ്ങളുമാണ്, മലയാളികളാണ്, കേരളമാണ്. വീണുപോകുന്നവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പെന്ന ഏറ്റവും മഹത്തായ സോഷ്യലിസ്റ്റ് സങ്കല്പം ദേശീയോത്സവമാണ് കേരളത്തിന്. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. ഇന്ന് ഈ ദിവസം ഓണ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം സംസാരിക്കുന്ന വ്യക്തിക്കുമുണ്ട് പ്രത്യേകത. ഓണം പോലെ തന്നെ കേരളത്തിനെ ലോകശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൻ്റെ സമഗ്രമായ പൊതുവിദ്യാഭ്യാസ രംഗം. മിടുക്കന്മാരെയോ മിടുക്കുകളെയോ സൃഷ്ടിക്കുന്നതിൽ ഉറച്ചു നിൽക്കാതെ മികച്ച മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസ അന്തരീക്ഷമുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ വിജയിക്കുന്നവർക്ക് മാത്രമല്ല, വീണുപോകുന്നവർക്കും ഇതാ നിങ്ങൾക്കുമുണ്ട് അവസരം കൂടുതൽ ഉണർവോടെ പഠിക്കാൻ എന്നുറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിയുമുണ്ട് കേരളത്തിന്. കേരളത്തിലെ ഏറ്റവും ജനകീയനായ, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ ദിവസം കുട്ടികളുമായി ഈ ഓണക്കാലത്ത് സംസാരിക്കുന്നു. ശ്രീ വി ശിവൻകുട്ടിക്ക് സ്വാഗതം. ഓണമാണ് മിനിസ്റ്റർ. അതെ, ഓണമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇട്ടിരിക്കുന്ന അത്തപ്പൂക്കളം പോലും മണ്ണിൽ തൊട്ടാണ് SCV ഇട്ടിരിക്കുന്നത്. അതെ അതെ. ഈ ഓണക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സത്യത്തിൽ ഇപ്പോൾ മണ്ണ് ഇല്ല, വെർട്ടിക്കൽ ഹൈറ്റ് അല്ലേ, ഫ്ലാറ്റുകളിലാണ്. അതെ അതെ. എൻ്റെ നമ്മുടെ ജനബാഹുല്യത്തിൻ്റെ കാരണം കൊണ്ട് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം മിക്കവാറും എല്ലാവരും ഫ്ലാറ്റിലും ഒക്കെയാണ്. ഇപ്പോൾ നാട്ടുപ്രദേശത്തെ ഒരു പ്രകൃതി സൗന്ദര്യവും ഒന്നും ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇന്ന് രാവിലെ കോട്ടഹില്ലിലെ കുറേ കുട്ടികളിവിടെ വന്നിരുന്നു. അവരെല്ലാം ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഓടിക്കളിക്കുകയായിരുന്നു. ഈ വീട് ഇത് പകുതിയും കാടാണല്ലോ. നഗരത്തിലെ ഏറ്റവും കൂടുതൽ കാടുള്ള ഒരു സ്ഥലമാണ് ഈ റോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷം. അവർ മഞ്ചാടിക്കുരു പറക്കുന്നു, പിന്നെ അതിൻ്റെ കളി നടത്തുന്നു, ഓടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് കാണിക്കണം. കാരണം ഫ്ലാറ്റിൻ്റെ 4 ചുവരിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ മാസ്റ്റർ, സ്കൂള്, ഫ്ലാറ്റ് ഇങ്ങനെ കറയിക്കൊണ്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നും അവർക്കറിയില്ല. പിന്നെയുള്ള മൊബൈലാണ്. പിന്നെ ഉള്ളത് ചില രക്ഷകർത്താക്കൾ മൊബൈൽ അനുവദിക്കും, ചിലവർ അനുവദിക്കില്ല. എവിടെ ചെന്ന് നോക്കിയാലും 10 കുട്ടികളിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റമല്ല. പ്രാസംഗികൻ വളരെ കാര്യമായിട്ട് വളരെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഫോൺ എടുത്ത് വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, രക്ഷകർത്താക്കളും. അപ്പം അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നു വരികയാണ്. ആ സംസ്കാരം പിന്നെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ദോഷമേ ചെയ്യും. ഈ ഓണക്കാലത്തെങ്കിലും വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ രക്ഷകർത്താക്കൾ അവരുടെ ഈ മൊബൈൽ ഫോണും വാട്സപ്പും ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് മക്കളോടൊപ്പം അവധിക്കാലത്തെങ്കിലും ചിലവഴിക്കണം എന്ന് സത്യത്തിൽ നമ്മൾ ഇവരോട് ആവശ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ കുട്ടികളോടൊത്ത് ചിലവഴിച്ച് ആശയവിനിമയം നടത്താൻ ഉള്ള ഒരു സമയം രക്ഷകർത്താക്കൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് സർക്കാർ സർവീസ് ജോലിയുള്ളവർ കിട്ടുന്നില്ല. കൂലിവേലയ്ക്ക് പോകുന്ന വളരെ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്കും കിട്ടുന്നില്ല. കാരണം അവർ 8 മണിക്ക് എണീറ്റ് പോയ വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ട് പല പ്രശ്നങ്ങൾക്കും കാരണം കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൽ ഉണ്ടാകുന്ന കുറവുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കേരളത്തിൽ 1,92,200 വരുന്ന അധ്യാപകരുണ്ട്.
80,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് കൊടുക്കുകയാണ്. അത് എന്നിട്ട് ആ കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് ഈ കുറച്ച് കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രഹസ്യമായി. കുട്ടികൾ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാനിപ്പോൾ സൂംബ ഡാൻസിൻ്റെ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കുട്ടികളുടെ ഒരു ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് മടുത്ത് പിന്നെ അവൻ്റെ ഒരു മൂഡ് പോയി 24 മണിക്കൂർ പിരിമുറുക്കം ആ പിരിമുറുക്കത്തിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ രാവിലെ വന്ന കുട്ടികൾ അത് പറഞ്ഞു, നല്ലതായി ഞങ്ങൾ ഒന്ന് ചാടി ഓടി ഒന്ന് വേർത്ത് ഒരു ചായ എല്ലാം കഴിച്ച് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ക്ലാസ് ചെന്നിരിക്കുക, ഞങ്ങൾ ഫ്രഷായി. നമ്മുടെ നാട്ടിൽ നിന്നുമുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ഏത് തുടങ്ങിയാലും അതിനെതിരെ ഒരു നെഗറ്റീവ് പറയുക എന്നുള്ളത് ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. മലയാളിയുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ചർച്ചയാവാം, ഉപദേശമാവാം, അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ എന്തിനും ഏതിനും അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മിനിസ്റ്ററിന് കുട്ടികളോടുള്ള ഒരു വല്ലാത്തൊരു മാനസിക അടുപ്പമുണ്ട്, കുട്ടികൾക്ക് തിരിച്ചും. ഇത് കാണുമ്പോൾ ഒരു തമാശയ്ക്കാണ് ഓർമ്മ വന്നതെങ്കിൽ ഒരിക്കലും ശ്രീ മമ്മൂട്ടി ഒരു കുട്ടികളുടെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് സമയത്ത് ഞാൻ ചെയ്തൊരു സിനിമയാണ്. ആ സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞതാണ്, എനിക്ക് കുട്ടികളോട് അടുപ്പം എന്ന് പറയാൻ കാരണം ഞാൻ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി, അതെന്താണ്? അല്ല, എൻ്റെ പേര് PI മുഹമ്മദ് കുട്ടി എന്നാണ് എന്ന്. അതുപോലെ ശ്രീ V ശിവൻകുട്ടി എന്നതിൽ പേരിൽ മാത്രമല്ല ആ കുട്ടികളുടെ മനസ്സിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങയുടെ കുട്ടിക്കാലവും അല്ലേ? അല്ല, ഈ കുട്ടി മനസ്സിലാണല്ലോ ഒരു കളങ്കമില്ലാത്തത്. എന്തും വിശ്വസിക്കാം, എന്തും സ്നേഹിക്കാം എന്നല്ലേ നമ്മൾ കരുതുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൻ്റെയും അല്ലല്ലോ ഇന്ത്യയുടെ ഒക്കെ തന്നെ ലോകത്തിൻ്റെ തന്നെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ അമ്മയോ അച്ഛനോ ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, ഒരു 10-20 പരാതി എൻ്റെ കയ്യിലുണ്ട്. വളരെ മോശമാണ് ആ കുട്ടികളോട് പെരുമാറുന്നത്. കുട്ടികളെ റൂമിൽ അടച്ചിടുക, ഒരാഴ്ചക്കാലം ആഹാരം കൊടുക്കാതിരിക്കുക. അത് ഒരു 2-3 കേസുകൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയും ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഒരു നിയമത്തിലൂടെ മാത്രം പരിഹരിക്കപ്പെടാൻ കഴിയുന്ന വിഷയമല്ല. ഒരു സാമൂഹികപരമായി തന്നെ നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അത് നാട്ടുകാരും ഒക്കെ തന്നെ ഇടപെടേണ്ട വിഷയമാണ്. ഞാൻ ആ കുട്ടിയെ ചെന്ന് കണ്ടിരുന്നു. ഒരു 10 ദിവസം അടച്ചിട്ടിരുന്ന കുട്ടിയെ കണ്ടിരുന്നു, സംസാരിച്ചു. കുട്ടിയുടെ കവളത്തൊക്കെ അടിച്ചിരിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു, 2 പേരെ അറസ്റ്റ് ചെയ്തു, അച്ഛനെയും അമ്മയും അറസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 47 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സ്കൂൾ എൻറോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ വേറെ കുറച്ച് കൂടെ ഉണ്ടാവും. എല്ലാം കൂടെ ഒരു 50 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത വീടില്ല. എല്ലാ രക്ഷകർത്താക്കളുടെയും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ്. ഏറ്റവും നന്നായി കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക. അത് വളരെ പാവപ്പെട്ടവരും സാമ്പത്തിക ശേഷിയുള്ളവരും ഒക്കെ തന്നെ ഓരോരുത്തരും അവരുടെ നിലയിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് നിലപാട്. അവർക്ക് പാഠപുസ്തകം എത്തിക്കുക, അവർക്ക് പിന്നെ ഭക്ഷണം എത്തിക്കുക, ചില സ്ഥലങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കുക, നല്ല ടീച്ചർമാർക്കൂടെ നല്ല പഠനം നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇടപെടേണ്ടത്. പക്ഷേ ഇതിനകത്തൊരു വേറൊരു കാര്യം കൂടി ഇല്ലേ സാർ? അതായത് നമ്മുടെ സ്കൂൾ നിലവാരം വളരെയധികം മെച്ചപ്പെടുന്നു, സ്കൂൾ അന്തരീക്ഷം ഗംഭീരമാകുന്നു. പക്ഷെ അതിനോടൊപ്പം ഈ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലം എന്നത് ആ സ്കൂൾ സമയത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ. അവൻ്റെ 2ാം സ്കൂൾ അല്ലെങ്കിൽ ഈക്വലി ഗുഡ് സ്കൂൾ തന്നെയാണ് അവൻ്റെ വീടും. അപ്പോൾ ഈ 24 മണിക്കൂറും ഒരു കുട്ടി തന്നെയാണെന്നും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതും ആ കുട്ടിയിലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമാണ്, അക്കാഡമികമല്ലെങ്കിൽ പോലും എന്നുമുള്ള ബോധ്യം രക്ഷകർത്താക്കൾക്ക് കൂടി ഉണ്ടാകട്ടെ. സ്കൂളിൽ അയച്ചു കഴിഞ്ഞ് സ്കൂൾ നോക്കിക്കോളും എന്ന ചിന്ത ഇപ്പോൾ കുറേയെങ്കിലും ഒക്കെ ഇല്ലേ? ഇല്ല, അത് കുറച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് മാറിയിട്ടുണ്ടെങ്കിലും
ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും കുട്ടികളുടെ ആരോഗ്യത്തിലും കുട്ടികളുടെ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കുന്ന സാഹചര്യത്തിൽ പോകണമെന്നുള്ള നിലയിൽ വളരെ പർട്ടിക്കുലറാണ്. എല്ലാ ആഴ്ചയും വിളിച്ച് മുഖ്യമന്ത്രി ചോദിക്കും. ഓരോ കക്ഷിക്ക് പല രൂപത്തിൽ പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വച്ച് ചോദിക്കും. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ ടീച്ചറും ഓരോ കുട്ടിയുടെ രക്ഷകർത്താവാണ്. ആ ടീച്ചറിന് മനസ്സിലാവണം ആ കുട്ടിയുടെ മൂഡ് എന്തായെന്ന് മോശം, അവനെന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ ആഹാരം കഴിച്ചോ, അവൻ എന്തിനാ അവൻ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായത്. ടീച്ചർ അവൻ്റെ വീട്ടിൽ പോകണം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരുടെ വീടുകളിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അങ്ങനെ അന്വേഷിച്ച് ആ കുട്ടിക്ക് നമുക്ക് പിന്തുണ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുട്ടി വന്നെന്ന് വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിവൃത്തിയില്ലാതെ കുട്ടി വന്നെന്ന് വരും. ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ രണ്ടാം അമ്മയോ രണ്ടാം അച്ഛനോ എടുത്ത് അവനെ മർദ്ദിച്ചിട്ട് ആ വേദന കൊണ്ടായിരിക്കും വന്നിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ടീച്ചറിനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രണ്ടാനമ്മ ഉപദ്രവിച്ച് മുറിയിൽ അടച്ച് കൂട്ടിയിട്ടെന്ന് പറഞ്ഞു. ആ കുട്ടീൻ്റെ പറയല്ലേ, സാർ വേറൊന്നും വാപ്പ ചെയ്യണ്ട ഒരു താക്കീത് കൊടുത്താൽ മതി. ആ കുട്ടി മനസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി വിദ്യാഭ്യാസത്തിലാണ്. ഇപ്പം ഡിഗ്രി ആയ ശേഷം അവനെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം പ്രൈമറി വിദ്യാഭ്യാസത്തിലാണ് ഒരു കുട്ടിയെ മനസ്സ്. ഇപ്പം നിങ്ങൾ വിദേശത്തേക്കുള്ള പല സ്ഥലങ്ങളിലും ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ദേഹത്ത് തൊട്ട് നോക്കിയാൽ കുട്ടി അപ്പം പറയല്ലേ ഡോണ്ട് ടച്ച് മീ. അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ തന്നെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തൊരു കാര്യം തന്നെ, ഈ പല ഭരണാധികാരികളും തിരഞ്ഞെടുപ്പും വോട്ടുമൊക്കെ ലക്ഷ്യത്തിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അമേരിക്കയ്ക്ക് പുറത്ത്, മസാച്യുസെറ്റ്സിന് പുറത്ത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉണ്ടായത് കേരളത്തിലാണ്. അത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതിൻ്റെ ഫലം 15 വർഷമോ 16 വർഷമോ കഴിയുന്ന ഒരു തലമുറയ്ക്കാകും ഉണ്ടാകുന്നത്. അന്നൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളോ ഈ ഭരണമോ ആകണമെന്നില്ല. പക്ഷേ നമ്മുടെ മക്കളുടെ നാളെ എന്നുള്ളത് പ്രധാനമാണല്ലോ, അല്ലേ സർ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ട്യൂഷൻ സെൻറ്റേഴ്സിനൊന്നും എതിരല്ല. കാരണം ചിലപ്പോൾ ഒരുപാട് അധ്യാപകർ, ജോലിയില്ലാത്ത അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ ഒരു വരുമാനം ആയിക്കോട്ടെ. പക്ഷേ 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എല്ലാ മക്കളും ഒരുപോലെയാണ്. എല്ലാ മക്കൾക്കും നീതി കിട്ടണം. എല്ലാ മക്കളും എല്ലാവരും മിടുക്കന്മാരാണ്, എല്ലാവർക്കും ബുദ്ധിയുള്ളവരാണ്. ഇതേപോലെ തന്നെ കായിക രംഗവും ഇതേപോലെ തന്നെ കലാരംഗവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കഥ പറഞ്ഞപ്പോൾ കലാരംഗത്തേക്ക് നമ്മുടെ യുവജനോത്സവങ്ങൾ വളരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളകളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളൊക്കെ യുവജനോത്സവങ്ങളിലൂടെയാണ്. എനിക്കറിയാം. എൻ്റെ ഒരു പലപ്പോഴും ചിന്തിക്കുമ്പോൾ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് സാർ. നമ്മുടെ യുവജനോത്സവങ്ങൾ കാലഘട്ടത്തിൽ നമ്മുടെ കാലത്തായാലും ഇന്നായാലും മിടുക്കരായ ഒരു 100 പേര് വരുന്നുണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ഈ കലയുടെ മേഖലയിലൂടെ പിന്നീട് തുടർന്ന് ജീവിതത്തിൽ അതുകൊണ്ടൊരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കുന്നവരായി അതിൽ 5 or 6 പേരാണ് മാറുന്നത്. ബാക്കി 95% പരീക്ഷയ്ക്കുള്ള ഗ്രേസ് മാർക്കിനുള്ള ഉപാധിയായി മാത്രം ഇതിനെ കാണുന്നത്. അതിനെ നമുക്കൊന്ന് ചാനലൈസ് ചെയ്യാനുള്ള പദ്ധതികൾ കൂടി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? കലാവിദ്യാഭ്യാസത്തിന് കൂടുതൽ അതൊരു നല്ല ചർച്ച പൊതു സമൂഹം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. കാര്യം പറഞ്ഞ പോലെയാണ് ഗ്രേസ് മാർക്ക്. ഇപ്പം തന്നെ ഞാൻ വായനയ്ക്ക് ഒരു 10 മാർക്ക് ഗ്രേസ് മാർക്ക്, അതൊരു ഗംഭീരമായ കാര്യമാണ്. അതിൽ അതിനിപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടാവണം. അതിന് അടുത്ത വർഷം മുതലേ നടക്കുകയുള്ളൂ. ലൈബ്രറി വേണം, എന്തൊക്കെ വായന, പുസ്തകം വായന, പത്രം വായന, ഇംഗ്ലീഷ് പത്രം വായന, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാകുമ്പോൾ ഒരു 10 മാർക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ച് അവനൊരു പ്രോത്സാഹനമായി. പക്ഷേ ആ ടീച്ചറിനും കൂടെ ഒരു മനോഭാവം വേണം. സാമൂഹ്യ ബോധ്യമുള്ളവരായി മാറുമല്ലോ, എന്താണ് ചുറ്റും നടക്കുന്നതെങ്കിലും അറിയണ്ടേ. നമ്മുടെ ജനറൽ നോളജൊക്കെ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് 10% അടുത്ത വർഷം വരെ കൊടുക്കാമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കലാരംഗത്തും സാമ്പത്തിക ശേഷിയുടെ അതിപ്രസരമാണ് കാണുന്നത്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്ക് പ്രയാസമാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ 5 ഇനം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കലകൾ
ഉൾപ്പെടുത്തി. ഞാൻ അത് കാണാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരുമൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ കോവളത്തു നിന്നുള്ള ആൾക്കാർ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കായിക രംഗത്ത് നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റം ഒളിമ്പിക്സ് മോഡലിലാക്കി, ഭിന്നശേഷിയുള്ള ആൾക്കാരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. അതൊക്കെ വലിയൊരു മാറ്റമാണ്. ഭിന്നശേഷിക്കാരെയൊക്കെ സമൂഹം ഒരു മൂലയിൽ കൊണ്ട് ഇരുത്തിയേക്കല്ലേ, മാറ്റം അത് കൂടുതൽ തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കുകയാണ്. ഈ 14,000-ഓളം വരുന്ന വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ഈ മിടുക്കന്മാരായിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കായിക താരങ്ങൾ നമ്മളെ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും പിന്നെ ഓണം കയറാൻ മൂലം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലത്തായിരിക്കും, ഗ്രൗണ്ടിലായിരിക്കും മത്സരം നടക്കുന്നത്. ആരും അറിയില്ല, അതിന് ഒരു പ്രോത്സാഹനം കിട്ടില്ല. ഇതിപ്പം ഒന്നാമത് എറണാകുളത്ത് വെച്ച് നടന്നു, ഒരു ഒളിമ്പിക്സ് മോഡൽ തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത് ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒളിമ്പിക്സ് പോലും സ്പെഷ്യൽ ഒളിമ്പിക്സ് ഉണ്ട് ഭിന്നശേഷിയുള്ളവർക്ക്. നമ്മൾ ഇവരെ കൂടെ തന്നെ അങ്ങ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അവകാശങ്ങളും ന്യായമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു സ്വകാര്യം വ്യക്തിപരമായ ചില ഓർമ്മകളിലേക്കുള്ള അതെ, ശ്രീ വി ശിവൻകുട്ടി എന്ന കുട്ടിയുടെ ഓണം എങ്ങനെയാണ്? എൻ്റെ വീടെന്ന് വെച്ചാൽ വളരെ സാധാരണ വീടാണ്. സാധാരണ വീടെന്ന് വെച്ചാൽ വളരെ സാധാരണ വീടാണ്. ഞങ്ങൾക്ക് ഓണ സമയത്താണ് യഥാർത്ഥത്തിൽ പായസവും പിന്നെ സദ്യയെല്ലാം കഴിക്കാൻ വേണ്ടി അവസരം കിട്ടുന്നത്. പപ്പടം പോലും എല്ലാ ദിവസവും കിട്ടുന്ന വീടൊന്നും ആയിരിക്കും. ഓണത്തിന് പപ്പടം ഉണ്ടെങ്കിൽ, പരിപ്പുണ്ടെങ്കിൽ, പായസം ഉണ്ടെങ്കിൽ അത് ഒരു സദ്യയായി മാറി. അങ്ങനെ ഓണസമയത്താണ് ഒരു സദ്യ ഉണ്ണാൻ അവസരം കിട്ടുന്നത്. അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ ഉള്ള അമ്മയുടെ അധ്വാനം, അതുപോലെ തന്നെ ആ 2-3 ദിവസക്കാലം നമുക്കൊരു ഫ്രീ കിട്ടും. വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം തരും നമുക്ക്. അയൽവക്കത്തെ വീടുകളിലും റോഡിലും ജംഗ്ഷനിലും ഒക്കെ നടക്കുന്ന ഓണക്കളിയിലൊക്കെ പോകാനും പങ്കെടുക്കാനും ഒക്കെ ഒരു അവസരം കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റാണ് ആയിരുന്നു. അപ്പോൾ സദ്യ ഉണ്ണുക, കൂട്ടുകാരോടൊപ്പം കളിക്കുക, പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഓണക്കോടി വാങ്ങിത്തരും, പുതിയ വസ്ത്രം വാങ്ങിത്തരും, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥി സംഘടനകളിലൂടെ വന്നതുകൊണ്ട് പിന്നെ അതിലെ വിദ്യാർത്ഥി സംഘടന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സഫയുടെ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഓണം DC വെച്ചാൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി. ഓണത്തിന് ഏതെങ്കിലും ഒരു സഖാവിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗം ഉണ്ടാവും. അവിടെ ഇപ്പോൾ സദ്യ പായസം അവിടെ ജില്ലാ കമ്മിറ്റിയിലുള്ള 10-40 പേര് അവിടെ ആ വീട്ടിലൊന്ന് കൂടും. അപ്പോൾ ആ വീടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, നമ്മളെ എല്ലാവരും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം, അങ്ങനെ എൻ്റെ വീട് മുതൽ എല്ലാവരുടെ വീടുകളിലും വെച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് മാത്രം പറയുന്നില്ല, എല്ലാവരുടെ വീടുകളിലും വെച്ച് അത് കുറേ നാൾ തുടർന്ന് വന്നു. ഇപ്പം തുടരില്ലെന്ന് തോന്നുന്നു. ഈ കേരളത്തിന് പുറത്ത് പ്രവാസികളായ മലയാളികൾ, അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും ഇന്ത്യക്ക് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന പ്രവാസ ലോകത്ത്. അപ്പോൾ ഈ വിവിധ രാജ്യങ്ങളിൽ വൈജ്ഞാനിക മത്സരങ്ങൾ നടത്താൻ പോകുമ്പോൾ, ക്വിസ് മത്സരങ്ങളൊക്കെ നടത്താൻ പോകുമ്പോൾ, കേരളത്തിലൊരു മത്സരം നടത്തുമ്പോൾ, ഇപ്പോൾ മലപ്പുറത്ത് ജില്ലയിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടത്തുമ്പോൾ വളരെ 60 സ്കൂളുകളിലെ ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ എത്തുന്നതെങ്കിൽ അത് തമ്മിൽ ഇങ്ങനെ ഈ എള്ളിട കാണാൻ കഴിയാത്ത വാശിയേറിയ മത്സരമാണ്. വിദേശത്തേക്ക് പോകുമ്പോഴാകട്ടെ വളരെ നമ്മുടെ കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന പൊതുവിജ്ഞാനത്തിൻ്റെ ബോധ്യം പോലും അവിടെയെങ്ങും വിദ്യാഭ്യാസ സങ്കല്പത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുറവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും ഒന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഇതര നാടുകളിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മികച്ച വൈജ്ഞാനിക പശ്ചാത്തലം കേരളത്തിലെ കുട്ടികൾക്കുണ്ട്. കേരളത്തിൽ കിട്ടുന്നുണ്ട്, അത് UP-യിൽ കിട്ടുന്നില്ല, ബീഹാറിൽ കിട്ടുന്നില്ല, ആസാമിൽ കിട്ടുന്നില്ല. അവിടെ എല്ലാം സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരൊറ്റ സ്കൂൾ പൂട്ടാൻ അനുവദിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒന്നാം ഒളിമ്പിക്സിൽ നമ്മൾ നിയന്ത്രിക്കുന്ന 10 സ്കൂളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, ജനറൽ എഡ്യൂക്കേഷൻ. ആ 10 സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം നടക്കുന്ന യുവജനോത്സവത്തിൽ ആ സ്കൂളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുക്കുകയും സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ നടന്ന നമ്മുടെ ഒരു മഹത്വം അതാണ്. ഇപ്പോൾ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ 16 വർഷത്തിന് ശേഷം, 16 or 10 ആണെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, ശേഷം നടന്നിട്ടുള്ള ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ ഉണ്ട്. ആ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയിൽ നമ്മൾ പിന്നെ അത് വലിയ കുറച്ച് കടുപ്പമാണ്. പുതിയ ചോദ്യ പേപ്പറിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെയാണ്. അത് ഇന്ത്യ ഒട്ടാകെ നടക്കുന്നതാണ്. വലിയ സംവിധാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു.
പഞ്ചാബുമായിട്ട് 1 പോയിൻ്റാണ് നമ്മൾ തോറ്റത്. ജില്ലകളുടെ ഒരു മത്സരം നടന്നു. അതിൽ പിന്നെ നമ്മുടെ ജില്ലകളിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ ചില കുറവുകൾ നമ്മുടെ ഈ മുന്നേറ്റത്തിൽ നിന്നുകൊണ്ടുള്ള കുറവാണ്. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ മുന്നേറ്റം ഇല്ലാത്ത നമ്മൾ തന്നെയാണ് താരതമ്യം ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ നന്നാകാം കൂടുതലെന്ന് മാത്രം. ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇത്രത്തോളം ശക്തമായ ഒരു പദ്ധതി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, NCC, NSS, കൈറ്റിൻ്റെ ഗൈഡ്സ്, പിന്നെ സ്റ്റുഡൻസ് ഗൈഡ്, വൊക്കേഷണൽ എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ സർക്കാർ സ്കൂളിലാണ് തങ്ങളുടെ മക്കൾ പഠിക്കുന്നതെന്ന് അഭിമാനത്തോടെ തല ഉയർത്തി പറയുന്ന രക്ഷകർത്താക്കളുള്ള നാടാണ്. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ മികവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. നമ്മളത് അതിൽ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നു. എല്ലാ സ്കൂളും, പുതിയ സ്കൂളുകളിൽ ലിഫ്റ്റുണ്ട്, AC റൂംസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. 52 കോടിയാണ് അത് മുടക്കിയിരിക്കുന്നത് ആ സ്കൂൾ. അത് നമ്മളെ പഴയ പിന്നെ പാർലമെൻറ്റ് മെമ്പർ രാജേഷ് NRI ഫണ്ടെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. 52 കോടിയാണ് ഒരു സ്കൂള്. ഞാനവിടെ പ്രസംഗിച്ചാൽ പറഞ്ഞ ഇതൊരു താജ്മഹലാണെന്ന് പറഞ്ഞു. താജ്മഹലിൻ്റെ മോഡൽ ആണ് ഇത് കാണാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഇതിൽ മെച്ചപ്പെടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പം പിന്നെ എയ്ഡഡ് മാനേജ്മെൻറ്റിന് അത്രമാത്രം ഓടിയെത്താൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ അൺഎയ്ഡഡിലും കുട്ടികളുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷത്തെക്കാലം ഈ പ്രാവശ്യം അവർ കുറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലും എയ്ഡഡ് വിദ്യാലയങ്ങളിലും വളരെ ശ്രദ്ധപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വീടുകളിലും ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ വീടുകളിലും ചർച്ചയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ടൊരു പിന്നെ മാധ്യമങ്ങളും ആ നിലയിൽ തന്നെ വിദ്യാഭ്യാസത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ മുന്നേ നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തമ്മിലൂടെ ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. വ്യക്തിപരമായി ഒരിക്കൽ കൂടി ഒരു അപേക്ഷ, അങ്ങ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന വായനയ്ക്ക് മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വായനയെ പ്രധാനമായ ഒരു കാര്യമായി കാണുക എന്നുള്ള ആ നിലപാട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഏറ്റവും ശക്തമായി അത് ഒപ്പിട്ട് കഴിഞ്ഞ് ഓർഡർ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വായിച്ച് വളരുന്ന ഒരു വിളയുന്ന ഒരു സമൂഹം ഉണ്ടാകരുത്. ശ്രീ വി ശിവൻകുട്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിൽ നിരവധി പ്രഗത്ഭരായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുണ്ടശ്ശേരി മാഷിൻ്റെ അടക്കമുള്ള പരിഷ്കാരത്തിലൂടെയാണ് നവകേരളം അതിൻ്റെ ആദ്യത്തെ ശിലകൾ പാകിയത് തന്നെ. എന്നാൽ ഇതരരിൽ നിന്നെല്ലാം ഇദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന ഒന്ന്, ഇദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹവായ്പയിനും കുട്ടികൾക്ക് തിരിച്ചുള്ള അടുപ്പത്തിനും പിന്നിലുള്ള കാരണം കേരളം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് പോലെ കുട്ടികൾക്ക് സഹജമായുള്ള കളങ്കരാഹിത്യം അല്ലെങ്കിൽ നിഷ്കളങ്കത തൻ്റെ ജീവിതത്തിൻ്റെ വ്രതമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പ്രതികരിക്കുകയും തുറന്ന് സംസാരിക്കുകയും തുറന്ന് ചിരിക്കുകയും ചെയ്യുന്ന മാനവികതയുടെ മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതും. അറിവിലും ഏറെ അറിയുന്നവരാകുന്നത് നല്ലത് തന്നെ, മിടുക്കരാകുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗവും ശ്രീ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയും ഒക്കെ നിർദ്ദേശിക്കുന്നത് അറിവിലുമേറെ നിങ്ങൾ അറിയണം, അതിനൊപ്പം അറിവിലും ഏറിയും അറിയണം എന്നാണ്. ലോകത്തിൽ പാവ്ലോ ഫ്രെയറും തെത്സുവോക്ക കുറയോനഗിയും പോലുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുണ്ട്. പക്ഷേ എന്താകണം വിദ്യാഭ്യാസം, എന്താകണം അറിവ് എന്ന് ഏറ്റവും മനോഹരമായി നിർണ്ണയിച്ചത് എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഒരു മലയാളിയാണ്. അതിനു മുകളിൽ അറിവിനെ ആരും നിർണ്ണയിച്ചിട്ടില്ല. അദ്ദേഹമാണ് എഴുതിയത്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവർ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങിയോതിരേണമെന്ന്. തുടർന്ന വരികളിലാണ് അദ്ദേഹം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നെഴുതിയത്. ഞാൻ പറഞ്ഞത് ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ അറിവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അറിവിലുമേറെ അറിയുന്ന മിടുക്കന്മാരും അറിവിന് മുകളിൽ ഏറി അറിയുന്ന മനുഷ്യരുമാകണം. ഒപ്പം ജീവിക്കുന്ന സമൂഹത്തിൽ കരയുന്നവൻ്റെ കണ്ണുനീർ കാണുമ്പോൾ അത് തുടയ്ക്കാൻ വിരൽത്തുമ്പ് ഉയർത്തുന്ന മനുഷ്യരായി ഈ കുട്ടികൾ മാറണം എന്നാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടൊപ്പം വേദനിക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ ചുമലിൽ ആശ്വാസത്തിൻ്റെ കൈത്തലം അർപ്പിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരായി ഈ കുട്ടികൾ നാളെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടൊപ്പം ഈ ഓണ ദിവസം നമ്മളിവിടെ
പൂർത്തിയാക്കി. അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ഞാൻ ചോദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇതെഴുതിയ ഈ വരികൾ എഴുതിയത് ആര്? സർ, ഈ തിരുവോണ ദിവസങ്ങളിൽ പുഷ്പഫല ധനധാന്യ സമൃദ്ധമായ ഈ ചിങ്ങ നാളിൽ കേരളത്തിലെ കുട്ടികളോട് അവസാനമായി അങ്ങേക്ക് നൽകാനുള്ള ഈ ദിവസത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ അവസാനം നൽകാനുള്ള ഓണാശംസ എന്താണ്? ഓണാശംസകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓണാശംസകൾ. നേരത്തെ പറഞ്ഞല്ലോ, ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓണത്തിൻ്റെ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം പ്രദീപ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. ആത്മവിശ്വാസമാണ് എല്ലാറ്റിനും നമുക്കൊരു പരിഹാരം കണ്ടെത്തുന്നത്. ആത്മവിശ്വാസമില്ലാതെ ഏതൊരു കാര്യത്തിൽ സമീപിച്ചാലും നമുക്കൊരു പാളിച്ച ഉണ്ടാകും. അത് പഠിക്കുന്ന കാര്യത്തിലായിരുന്നാൽ, കളിക്കുന്ന കാര്യത്തിലായിരുന്നാൽ, വീട്ടിലെ കാര്യത്തിലായിരുന്നാൽ, മറ്റു സുഹൃത്തുക്കളോടുള്ള ഇടപെടേണ്ട കാര്യത്തിലായിരുന്നാൽ എല്ലാം നമുക്ക് ഒരു സ്വന്തമായി ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. അത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക്. ഓണമാണ്. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ഇത്രനേരം നിങ്ങളോട് സംസാരിച്ചത്. കേരളത്തിലെ കുട്ടികളോടാണ്. 3 തരത്തിലുണ്ട് മനുഷ്യർ, നേതാക്കൾ. ഞാൻ മുന്നിൽ നയിച്ചോളാം, നിങ്ങൾ പിന്നെ പിറകെ വന്നോളൂ എന്ന് പറയുന്ന ചിലർ. നിങ്ങൾ പൊയ്ക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിക്കോളാം എന്ന് പറയുന്ന രണ്ടാമത്തൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാണ് ചരിത്രത്തെ മാറ്റി എഴുതിയവർ. അവരുടെ വിരൽപ്പാടുകളിലാണ് മനുഷ്യർ യഥാർത്ഥ അഭയങ്ങളെ കണ്ടെത്തിയത്. അവർ പറയുന്നത് നമുക്കൊരുമിച്ച് പോകാം എന്നാണ്, ഒപ്പമുണ്ട് എന്നാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി കേരളത്തിലെ കുട്ടികളോട് പറയുന്നു, ഞാൻ മുന്നിലല്ല, നിങ്ങൾക്ക് പിന്നിലുമല്ല, നമ്മൾ ഒപ്പം തന്നെയാണ്. ഓണാശംസ.